പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ പേര് ടിൻഡു. സ്നേഹമുള്ളവർ എന്നെ ടിൻഡുമോൻ എന്നു വിളിക്കും. എൻ്റെ കഥയോ കഥാപാത്രമോ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ ഇനി അതല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരുമായോ വല്ല സാമ്യം തോന്നിയാൽ ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത്. അത് തികച്ചും യാദൃശ്ചികമാണ്. എന്ന് സ്വന്തം ടിൻഡുമോൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ്, മിസ് കോൾ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്റെ ഉറക്കം പോകും. മോനെ ടിൻഡു, ടിൻഡു, എടാ എണീറ്റേടാ. വല്യമ്മച്ചിക്ക് തീരെ വയ്യ. നീ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിട്ട് വാ. ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഒരു ശനിയാഴ്ച കിട്ടിയിട്ട് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അമ്മയുടെ ടിൻഡു മോനല്ലേ, ഒന്ന് പോയിട്ട് വാടാ. എപ്പോ നോക്കിയാലും ഒരു ഉറക്കം. എണീറ്റേ. അമ്മയല്ലേ പറഞ്ഞത് നിന്റെ സ്വപ്നങ്ങളാണ് നിന്റെ ഫ്യൂച്ചർ എന്ന്. എനിക്കാണേൽ ഉറങ്ങിയാലേ സ്വപ്നം കാണാൻ പറ്റൂ. ഈ ടിൻഡു ആരാ മോൻ? ഹോ, ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ലല്ലോ. മെസ്സേജ് ഒക്കെ പിന്നെ നോക്കാം. നീ ഒന്ന് വേഗം ചെല്ല് മോനെ. നോക്കി പോണേ. ഈ ചെക്കൻ രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോടാ പോടാ പോടാ. അതെ, അമ്മയാ പറഞ്ഞത് നോക്കിയിട്ട് പോണെന്ന്. ഹലോ, അതെ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. പിന്നെ വിളിക്കാം. ഓക്കേ. എടാ ടിൻഡു, നീ എങ്ങോട്ടാ? മരുന്നു കടയിലേക്കാ. വല്യമ്മച്ചിക്ക് ഭയങ്കര ചുമ. ഇപ്പം വടിയാവുന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം മോനെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരെ അച്ചോ? ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ, നിങ്ങള് വരുന്നോ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അളിയ, നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാളിയാണെന്നാണല്ലോ. എപ്പോ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന്. അത് ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയും. അതെന്താടാ, ഒരുത്തിയെ കറക്കിയെടുക്കാൻ പാടില്ലായിരുന്നോ? ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അളിയ. മലയാളം പറഞ്ഞാലേ 50 രൂപ ഫൈനാ. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ നന്നായി ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കി ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? അഭ്യാസം ഈ ഭാസ്കർ എസ്ഐയോടോ. ഒരു 100 രൂപ വെച്ച് പോടാ. ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ടാ അവന്റെ വരവ്.
ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. ആ നിർത്ത്. ഓ ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ടിൻഡു നീ ഇതിലെടുത്തോ. Digimon rocks. D&D rocks. A Digimon rocks. A D&D rocks. ചേട്ടാ ചുമക്കുള്ള ഒരു മരുന്ന് വേണം. ടോണിക്കാണോ? ഏയ് ടോണിക്കൊന്നുമല്ല, എന്റെ വല്യമ്മച്ചിക്കാ. എടാ കൊച്ചനെ, ചുമക്കുള്ള ടോണിക്ക് മരുന്നാണോ വേണ്ടതെന്ന്? ഷടാ, ടോണിക്ക് മരുന്ന് വേണോന്ന് എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് മരുന്ന് വേണോന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് മരുന്ന് വേണമെന്ന്. അത് ചുമക്കുള്ള മരുന്ന് തന്നെ വേണമെന്നും. ഇനി ടോണിക്ക് മരുന്ന് വേണോന്ന് ചോദിച്ചാൽ ആ മതി, ഇതാ മരുന്ന്. ഇതാ കാശ്. ആ പിന്നെ ചേട്ടാ വിസ്ക് ഉണ്ടാ? വിസ്കോ? ആ പിന്നെ ഈ ജലദോഷൊക്കെ വന്നാ പുരട്ടുന്ന വിസ്ക്. ഓ വിക്സ് ഇല്ല മോനെ, ഇവിടെ സ്റ്റോക്ക് തീർന്നു. എന്നാ പിന്നെ അതർമാഞ്ചനുണ്ടോ? ഈ തലവേദനയ്ക്കൊക്കെ പുരട്ടുന്ന അതർമാഞ്ചൻ. അത് ഈ ചെറുക്കൻ്റെ ഒരു കാര്യം മോനെ, അത് അധർമാന്തനല്ല, അതാണ് അധർമാൻ. അയ്യോ അതർ അതർ. ഓ പോയ രാവിലെ തന്നെ മനുഷ്യനെ മെനുക്കെടുത്താനായിട്ട് ആ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. എടാ നിങ്ങളൊരു സംഭവം അറിഞ്ഞോ? ഞാൻ ഇന്നലെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലി വന്നു. പുലിയെ കണ്ടത് ഞാൻ ഓടി ഒരു മരത്തിൽ കയറി. അപ്പൊ പുലിയും മരത്തിൽ കയറി. അപ്പൊ ഞാൻ 2ാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. ഞാൻ വേഗം 3ാമത്തെ കൊമ്പി കയറി. അപ്പൊ പുലി. അല്ല അളിയാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നീയൊക്കെ എന്റെ സൈഡോ അതോ പുലിയുടെ സൈഡോ? പുലി ഇത് തന്നെ ചോദിക്കാനുള്ളൂ. ഒരു കഥ പറഞ്ഞിങ്ങനെ ഹരം പിടിച്ചു വരുവായിരുന്നു. ആ ഞാൻ കൈ കാണിച്ചാൽ നീയൊന്നും വണ്ടി നിർത്തില്ല അല്ലടാ. അയ്യോ സാറേ, സാറിനൂടെ ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാ ഞാൻ നിർത്താഞ്ഞത്. എന്തോ സാറിന് കൂടി കേറാൻ അടിച്ച് നിന്നെ കൊണ്ട് ഞാൻ ലജ്ജാവതി പഠിക്കും. സൈക്കിളിൽ ഒരാളിൽ കൂടുതൽ കേറരുതെന്ന് അറിയില്ലടാ. എന്താടാ കവറില്? ചുമക്കുള്ള മരുന്നാ സാറേ. ആ ടോണിക്കാണോ? ശോ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ടോണിക്കൊന്നുമല്ല, ഇതെന്റെ വല്യമ്മച്ചിക്കാ. ആ പൊയ്ക്കോ. സാറേ എന്റെ അമ്മച്ചിയുടെ മരുന്ന്. നിന്റെ ഒരു മരുന്ന് വീട്ടിൽ പോടാ. വൈഫിന് ചുമയാണെന്നും മരുന്ന് കൊണ്ടുവരണമെന്നും ഇപ്പം മെസ്സേജ് കിട്ടിയതേ ഉള്ളൂ. അത് കിട്ടി. ഇവൻ മരുന്ന് വാങ്ങിയില്ലേ? എടാ നീ ടോണിക്കൊന്നും വാങ്ങിയില്ലേ? ഓഹോ, അപ്പൊ ടോണിക്ക് മരുന്ന് വാങ്ങാനായിരുന്നോ എന്നെ രാവിലെ തന്നെ എണീപ്പിച്ച് പറഞ്ഞു വിട്ടത്? ആ കടക്കാരൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഈ ചതി പാടില്ലായിരുന്നു അമ്മേ, പാടില്ലായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റു. ശനിയാഴ്ചയും സ്കൂൾ ഉണ്ടായാ മതിയായിരുന്നു. വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. എന്റെ ദൈവമേ, ഇവൻ വീണ്ടും വന്നോ? ഏറി പൊടിയാത്തേക്ക് ഓടാ അവിടുന്ന്. അമ്മേ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോ അവിടെ പോയാലും ദൈവമേ നീ വന്നോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അമ്മേ എനിക്കൊരു 50 രൂപ വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമയ്ക്ക് പോവാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്? അത് 35. 35? ഏത് സബ്ജക്റ്റിനാ ഇത്ര കിട്ടിയത്? അമ്മ പറ, ഞാനൊരു ക്ലൂ തരാം. ഞാൻ ട്യൂഷന് പോകാത്ത സബ്ജക്റ്റാണ്. മലയാളം അല്ല. പിന്നെ ഹിന്ദിയാണോ? ഹിന്ദിയും അല്ല. പിന്നെ ടോട്ടലിൽ എനിക്ക് 35 മാർക്ക് കിട്ടി. പോയിക്കോളോ എന്റെ മുന്നിന്ന്. 5 സബ്ജക്റ്റിനും കൂടി 35 മാർക്ക്. ആരേലും കേട്ടാൽ എന്ത് വിചാരിക്കും? അമ്മ തൽക്കാലം ആരോടും പറയണ്ട. ആരേലും കേട്ടാലേ ടീച്ചർക്കാ കണക്കേട്. ടീച്ചർക്കോ? അതേന്നേ, ഞാൻ കോപ്പി അടിക്കാൻ നോക്കിയപ്പോ ടീച്ചർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് അതിൽ കുറ്റബോധമുണ്ട്. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. മോനെ, നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. നിന്നെ ഞാനൊരു പള്ളിയിലച്ഛനാക്കാന്ന് നേർന്നതാ. ചതിച്ചല്ലോ അമ്മേ. എന്റെ മോനെ ഒരു പള്ളിയിലച്ഛനാക്കാമെന്ന് ഞാനും നേർന്നതാ. ശോ,
മതി കളിച്ചിരിക്കാതെ ട്യൂഷന് പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോവൂല. എടാ, നീ അമ്മ പറഞ്ഞ കേൾക്കൂല? ആ അമ്മ പറഞ്ഞിട്ട് സിനിമ കാണാൻ തിലകം വരെ കേൾക്കുന്നില്ല, പിന്നല്ലേ ഞാൻ. എന്താ അമ്മാവാ ഇവിടെ? ബസ് കയറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിക്ക്, ബസ് നന്നായി കേറിക്കോളൂ. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. അയ്യോ, എന്താ ടിന്റുമോൻ ഇത്ര ലേറ്റ് ആയത്? ഞാനൊരു പ്രായമുള്ള ആളെ വഴിയിൽ വെച്ച് സഹായിച്ചതാ ടീച്ചർ, അതുകൊണ്ടാ ലേറ്റ് ആയത്. മിടുക്കൻ. കണ്ടില്ലേ, എല്ലാരും ഇങ്ങനെയാവണം. ആ കേറിക്കോ. നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. കോഴി. വെരി ഗുഡ് ടിന്റുമോൻ. മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. ആ, 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 ആ മുട്ട. ആ അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. മുട്ട ഇട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ഏ എന്ത്? ഒരു വസ്തു പഠിക്കാണ്ട് കൈ നീട്ട്. അയ്യോ, ഉഫ്. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. Digimon ഹേ? rocks. മുട്ടായിയോ? ആ TNT rocks. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് സ്കൂളിൽ വന്നാൽ ടീച്ചർ മുട്ടായി തരാറില്ലേ? ഇവന് തല്ലിയിട്ടൊന്നും കാര്യമില്ല. പോയി അച്ഛനെ കൂട്ടി നാളെ വാ, എന്നിട്ട് ഇനി ഇങ്ങോട്ട് കേറിയാ മതി. എന്താ ടിൻഡു നീ കണ്ണട വെച്ചിരിക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ പിന്നെ അച്ഛാ, നാളെ ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ ഒന്ന് വരണം. ചെറിയൊരു പാരന്റ്സ് മീറ്റിംഗോ? അതെന്താടാ പാരന്റ്സ് മീറ്റിംഗ് ഇത്രയങ്ങ് ചെറുതായി പോയത്? അതു പിന്നെ ടീച്ചറും ഞാനും അച്ഛനും മാത്രം മതിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വീണ്ടും നിന്നെ പുറത്താക്കിയല്ലേ? ഹോ, ഇവൻ എന്നാ കർത്താവെ ഒന്ന് നേരെയാവുക. അമ്മേ, വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും താ. മോനിരുന്നോ, അമ്മ ഇപ്പൊ ചോറ് വിളമ്പാ. മോനെ, ഉപ്പേരി ഇടട്ടെ? ഇട്ടോ ഇട്ടോ. ചമ്മന്തി ഇടട്ടെ? ഇട്ടമ്മേ. ഇതൊക്കെ ഇപ്പൊ എത്ര ചോദിക്കാനുണ്ടോ? ടിന്റുമോൻ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മോനെ, ഫാൻ ഇടട്ടെ? ഇട്ടോ ഇട്ടോ, ഈ പ്ലേറ്റിന്റെ തുഞ്ചത്തിട്ടോ. ആ മതി മതി, ഇനി പോയി പഠിക്കാൻ നോക്ക്. ഹോ, എപ്പോഴാണോ ഈ പഠിപ്പിൽ നിന്നൊരു മോചനം കിട്ടുക? അനങ്ങിപ്പോകരുത്. അയ്യോ, ഞാൻ പൊയ്ക്കൊള്ളാമേ, എന്നെ ഒന്ന് ചേരുതേ, ഞാൻ പൊയ്ക്കൊള്ളാമേ. മര്യാദയ്ക്ക് എന്റെ ബുക്കും ബാഗും കൂടി എടുത്തോണ്ട് പോയിക്കോ, ഇല്ലേ ഞാൻ എല്ലാവരും വിളിച്ചുണർത്തു. What a world the situation will be. He gonna make you smile. Da 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 da. അയ്യോ എന്റെ അമ്മേ. എന്തു പറ്റി മോനെ? അമ്മ അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്നലെ ഒരു കള്ളൻ ഇവിടെ കയറിയിട്ട് എന്റെ ബാഗും ബുക്കും എടുത്തോണ്ട് പോകുന്നതായിട്ട്. അയ്യോ, എന്നിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഹാവൂ, ഭാഗ്യം. ശരിക്കും പ്രാർത്ഥിച്ചിട്ട് കിടന്ന ഇങ്ങനെ ദുസ്വപ്നം ഒന്നും കാണില്ല. ഞാൻ ഇന്നലെ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മിടുക്കൻ, പോയി വാ മോനെ. ഹാവൂ, ഇവൻ നന്നായി തുടങ്ങുന്നതിന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്റെ കർത്താവേ, എപ്പ നോക്കിയാലും അവള് പഠിത്താണല്ലോ. നീ ആ പെൺകൊച്ചിനെ നോക്ക്, എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സിൽ ഫസ്റ്റാ. അവളെ നോക്കിയിരുന്നത് കൊണ്ടാ ഞാൻ എല്ലാത്തിനും പൊട്ടിയത്. എന്റെ കർത്താവേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്, എന്നിട്ടും എന്തിനാ കർത്താവേ എന്നോട് ഈ ചതി ചെയ്തത്? ആന കൊടുത്താലും കർത്താവേ ആശ കൊടുക്കരുതായിരുന്നു.
ആ ബുക്കും ബാഗും എന്റെ തലേന്നൊന്ന് ഊരിക്കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ കർത്താവേ, പറയൂ. ആരുടെ ഫോണാ അടിഞ്ഞത്? പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിൻറ്റുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്. ടിൻഡു, നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് ടിൻഡുവിന്റെ കാര്യം നോക്കാം. മോനെ ടിൻഡു, ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ. അച്ചോ, അച്ചോ, ആരാ വിളിച്ചത്? അച്ഛാ, അത് മോളിന്നാ വിളിച്ചത്. മോളി എന്നല്ല, അച്ചോ എന്ന് എന്നെയാ വിളിച്ചത്. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. എന്റെ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ശരിക്കും കേൾക്കാം. അയ്യോ അച്ഛാ, അത് മുകളിന്നാ വിളിച്ചത്. എന്റെ കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്നെ മുകളിലേക്ക് വിളിച്ചല്ലോ. ഒരു 20 കൊല്ലം കൂടി എനിക്ക് സമയം തരണേ തമ്പുരാനെ. എന്റെ അച്ഛോ, അത് മുകളിലത്തെ നിലയെന്നാ വിളിക്കുന്നത്. തോമാച്ചനായിരുന്നോ? എന്നതാടാ? ആ, ഞാൻ മുകളിലേക്ക് കയറി വരാം. മോനെ, നീ അച്ഛനെ കണ്ടോ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ മേലോട്ട് പോയില്ലേ? എന്ത്? അയ്യോ അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്റെ കർത്താവേ. നല്ല കരിമ്പ് പോലെ ഇരുന്ന അച്ഛനെ ഇത്രയും പെട്ടെന്ന് മോലോട്ട് വിളിച്ചല്ലോ എന്റെ ഈശോ മിശിഹായേ. എന്നാ പറ്റിയ ഔസേപ്പേ? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അപ്പൊ അച്ഛൻ മരിച്ചില്ലേ? ആ ചെക്കൻ പറഞ്ഞ അച്ഛൻ മുകളിലേക്ക് പോയെന്ന്. എടോ, പിന്നെ ഞാൻ മുകളിലില്ലാതെ താഴെയാണോടോ? എന്താ കാര്യം? ഞാൻ താഴേക്ക് വരാം. അല്ല, ഇതാര്? ടിൻഡു? എന്താ പള്ളിയില്? കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. അതെന്തിനാടാ കൊച്ചിയെ പിടിച്ച് അമേരിക്കയുടെ തലസ്ഥാനമാക്കുന്നത്? എന്ത് ചെയ്യാനാ? അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്ന് എഴുതിയിട്ടത്. നീ പ്രാർത്ഥിക്കുകയല്ലേ നിവർത്തിയുള്ളൂ. ഇവന്റെ ഒരു തമാശ. എടാ, നമുക്കൊരു മാച്ച് കളിച്ചാലോ? ഓക്കെ ഓക്കെ, പക്ഷെ ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക് വേണം. ശരി, എന്നാ കേറ്. നിങ്ങൾക്കറിയോ, എന്റെ അപ്പൂപ്പൻ ഒരു വലിയ വേട്ടക്കാരനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയെ അപ്പൂപ്പൻ 3 പുലികളെ പിടിക്കാൻ പോയി. എന്നിട്ട് പിടിച്ചോ? എവിടെ? പുലിയുടെ വിശപ്പും മാറി, അപ്പൂപ്പന്റെ കടിയും മാറി. എന്താ ടിൻഡു, ഇന്ന് ട്യൂഷന് വരുന്നില്ലേ? ഇന്ന് എനിക്കൊരു ലീവ് വേണം ടീച്ചർ. എന്റെ മുത്തശ്ശി മരിച്ചു. കഴിഞ്ഞ മാസമല്ലേ നിന്റെ മുത്തശ്ശി മരിച്ചോന്ന് പറഞ്ഞ് ഒരു ലീവ് എടുത്തത്? എന്തു ചെയ്യാനാ ടീച്ചറെ, എന്റെ മുത്തശ്ശൻ വീണ്ടും കെട്ടി. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ, കളി ലേശം കൂടുന്നുണ്ട്. അയ്യോ, ചോര. കരയണ്ട കരയണ്ട, ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടോ. ക്രിക്കറ്റ് കളിച്ചപ്പോ ബോള് തട്ടി പൊട്ടിയതാ. വേദനയുണ്ടോ മോനെ? ഉണ്ട്. വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ? ഇല്ല, ഡോക്ടർ വേണം പോയിക്കോ. അതല്ല മോനെ, ഛർദിക്കാൻ വരുന്നുണ്ടോന്ന്. അത് തന്നെയാ ഡോക്ടർ അവനും പറഞ്ഞത്. ഡോക്ടർ വേണേ പോയി ഛർദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം. ആ ശരി ശരി, സ്റ്റിച്ച് ഇടേണ്ടി വരും. സിസ്റ്റർ, കുട്ടിയകത്തെ കൊണ്ടുപോയിക്കോളൂ. അല്ല ഡോക്ടർ, ഈ സ്റ്റിച്ച് ഇടാൻ എത്ര രൂപ ചെലവ് വരും? ഒരു 500 രൂപയെങ്കിലും ആവും. ഈശ്വരാ, 500 രൂപയോ? വെറുതെ 2 സ്റ്റിച്ച് ഇട്ടാ മതി, അല്ലാതെ എംബ്രോയിഡറി വർക്കൊന്നും വേണ്ട. എടോ, സ്റ്റിച്ച് ഇടാൻ തന്നെയാ 500 രൂപയാകൂന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്ലാസ്റ്റർ ഒട്ടിക്കാനാണെങ്കിലോ? അതൊരു 50 രൂപ മതി. എന്നാ പിന്നെ സ്റ്റിച്ചാണെന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുത്താ മതി. അവന്റെ നെറ്റിയല്ലേ, അവൻ കാണില്ലല്ലോ. എടോ, തന്റെ കയ്യിൽ ഇപ്പൊ കാശായിട്ട് എത്ര രൂപ കാണും? എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 500 രൂപ ഇല്ല. നുള്ളിപ്പെറുക്കിയാൽ ഒരു 50 രൂപ കാണും. കാർഡ് എടുക്കുമോ? ഓ, പിന്നെന്താ? എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴേ കാർഡ് എടുക്കാറില്ല. എല്ലാം ഡോക്ടറുടെ ഒരു ഭാഗ്യം. മോന്റെ വീട് എവിടെയാ? ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 3ാമത്തെ കട്ട് റോഡിലെ 4ാമത്തെ വീടാ. ഓഹോ, അപ്പൊ MLA സുകുമാരൻ ചേട്ടന്റെ വീടിനടുത്താണോ? ഹേ, അല്ലല്ല, സുകുമാരേട്ടൻ എന്റെ വീടിന്റെ അടുത്താ. ഇതാ
ഈ ഗുളിക 3 ദിവസം കൊടുക്കണം. കാശ് ഇവിടെ കൊടുത്താ മതി. കാശല്ല, ഞാൻ കാർഡാ കൊടുക്കുന്നത്. ആ, കാർഡെങ്കിൽ കാർഡ്. Tinderman rocks. TNT rocks. ഇതെന്ത് കാടാ? ഇത് പ്ലെയിൻ കാർഡ്. TNT rocks. ഡോക്ടർ അല്ലേ പറഞ്ഞത് കാർഡ് എടുക്കുമെന്ന്? വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്നുമില്ലേ, നിങ്ങളൊരു ഡോക്ടർ അല്ലേ? Tinderman rocks. TNT rocks. Tinderman rocks. എടാ ചിഞ്ചു, അമ്മ ചോദിച്ചാൽ തേങ്ങ വീണതാണെന്ന് പറഞ്ഞാ മതി കേട്ടോ. ബോൾ തട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയെ വെറുതെ ടെൻഷനാക്കി. ഹലോ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ കാലമായല്ലേ? ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. നിന്റെ വീട്ടിലെന്താ ഏഷ്യാനെറ്റ് ഇല്ലേ? എന്താണത്? ഹായ് മൊബൈൽ. ഇത് വല്ല മാന്ത്രിക മൊബൈൽ ആയിരിക്കോ? ഞാൻ മാന്ത്രിക മൊബൈൽ ഇനി മുതൽ നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമായിരിക്കും. നിങ്ങളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാനും സത്യസന്ധമായ നിങ്ങളുടെ ഏതാവശ്യം നിറവേറ്റി തരാനും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാവും. What a world, the situation baby. He gonna make you smile. Da 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 da. Just go blah blah blah. ഓം ഹ്രീം മാന്ത്രിക മൊബൈൽ. Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. Tinderman rocks. കൊള്ളാലോ ഈ മാന്ത്രിക മൊബൈൽ. കുട്ടികൾക്ക് അടുത്ത ബസ്സിൽ പോട്ടെ റൈറ്റ് റൈറ്റ്. അത്രയ്ക്കായോ? എന്തുമായ ജലം? ഇതെന്താ നീങ്ങാത്തത്? ഇയാളിതെന്താ കളിക്കുന്നത്? താൻ എന്താണോ വണ്ടി എടുക്കാത്തത്? ഇത് നീങ്ങുന്നില്ല. നീങ്ങുന്നില്ലെന്നോ? എന്ത് നീങ്ങുന്നില്ലെന്ന്? എടോ ഡ്രൈവറെ, ഞാൻ കേറിയിട്ടില്ല. നിർത്തണം. നിങ്ങൾ ആ പോയ ബസ്സിലെ കിളിയല്ലേ? അതെ. എന്നാ ചേട്ടന് പറന്നു പോയിക്കൂടെ? പറക്കാനോ? എനിക്ക് പറക്കാനൊന്നും അറിയില്ല. അറിയില്ലേ? എന്നാ ഞാൻ പഠിപ്പിച്ചരാലോ. ഓം ഹ്രീം മാന്ത്രിക മൊബൈൽ. ഇതൊന്നും മായാജാലം. നമ്മളെ കിളി പറന്നു വരുന്നു. ഹലോ, ഞാനിപ്പോ വെറും കിളിയല്ല, സൂപ്പർ കിളിയാ. അയ്യോ, എന്റെ തലവണ്ട പോയേ. എന്താണോ ഇത്? നിർത്താൻ. സാർ, ഞാനൊന്നും ചെയ്തില്ല. അത് എന്റെ കൈയിന്റെ പ്രശ്നമാ. കൈയുടെ പ്രശ്നമല്ല, കയ്യിലിരിപ്പിന്റെ പ്രശ്നമാ. എവിടുന്നേലൊന്ന് കിട്ടിയാ ശരിയാവും. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇനി വല്ല പ്രേതബാധയും കൂടിയതാവോ? അയ്യോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അയ്യോ, എന്റെ ടിഫിൻ ഇങ്ങ് തരാനാ പറഞ്ഞത്. ഓടാ, അവന്റെ ഒരു ടിഫിൻ. Tinderman rocks. TNT rocks. Tinderman rocks. അയ്യോ, ഇതെന്ത് മായാജാലം? TNT rocks. Tinderman rocks. ഇതെന്ത് മായാജാലം? എടാ, ഇതെങ്ങനെ സംഭവിച്ചു? നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ, കഴിഞ്ഞ 3 വർഷമായി ഞാൻ മാജിക് പഠിക്കുകയല്ലേ. എടാ,
തരുമോ? ആ നോക്കാം. ഇവനുള്ള പണി ഞാൻ ഇന്ന് വൈകിട്ട് കൊടുക്കും. എടാ ടിൻഡു, ഞാൻ പോട്ടെ, ഇന്ന് ട്യൂഷൻ ഉള്ളതാ. ഓക്കേടാ, ബൈ. അയ്യോ, എന്റെ ബുക്ക് എന്തു പറ്റി? എടാ, ആ ടോണി എന്റെ റെക്കോർഡ് ബുക്ക് എടുത്തോണ്ട് പോയി. എനിക്കാണേൽ ഇന്ന് ട്യൂഷൻ ഉള്ളതാ. നേരം വൈകിയാൽ ടീച്ചർ വഴക്ക് പറയും. വാ, നീ വേഗം കേറ്. അയ്യോ, അവനെ കാണാനില്ലല്ലോ. അവൻ ഭയങ്കര സ്പീഡിലാണ് പോയത്. ഓം ഹ്രീം മാന്ത്രികമുപായ. എടാ ടിൻഡു, ഇതെന്ത് മായാജാലം? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? ടോണി, അസൈൻമെന്റും റെക്കോർഡൊക്കെ എഴുതാനുണ്ടെങ്കിലേ അത് സ്വന്തം എഴുതണം, അല്ലാതെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കുകയല്ല വേണ്ടത്, കേട്ടോ? എടാ ടിൻഡു, ഇത് നീ തന്നെയാണോ പറയുന്നത്? അതെ, ടിൻഡു തന്നെ. ടിൻഡു ഇപ്പൊ പഴയ ടിൻഡു അല്ല. Tinderman rocks. TNT rocks. എടാ ടിൻഡു, എന്നെ ഒന്ന് വീട്ടിലേക്ക് തരുമോ? വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ട്യൂഷന് പോവാൻ. ഓ, അതിനെന്താ? Tinderman rocks. എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? അമ്മേ, അതുണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ആ ടോണി എന്റെ ബുക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് നമ്മുടെ ടിൻഡുമോനില്ലേ, അവനാ എന്നെ രക്ഷിച്ചത്. ഏത്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടിൻഡുമോനോ? അതെ അമ്മേ. അവൻ നിന്നെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയുന്നേ? അവനാണമ്മേ എനിക്ക് ടോണിയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് തിരികെ വാങ്ങി തന്നത്. അത് ചിലപ്പോ അവന് നോക്കി എഴുതാനായിരിക്കും. അതൊന്നും അല്ല അമ്മേ, അവനിപ്പ പഴയ പോലൊന്നും അല്ല. എന്തൊക്കെയോ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശക്തി മണ്ണാങ്കട്ട, ഒന്ന് പോയാട്ടെ അവിടുന്ന്. ടിൻഡുമോന് ശക്തിയേ, നീ പോയി കുളിച്ചു മാറ്റി ട്യൂഷന് പോവാൻ നോക്ക്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അമ്മേ, ആ റിമോട്ട് ഒന്ന് വന്നേ, എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ ഒന്നുമില്ല, എനിക്ക് പാട്ട് കേൾക്കണം. എന്തമ്മേ, പ്ലീസ് അമ്മേ, ഒന്ന് ചാനല് മാറ്റമ്മേ. നീ ട്യൂഷന് പോവാൻ നോക്ക്. ഞാൻ ഈ കാർട്ടൂൺ കഴിഞ്ഞിട്ട് ട്യൂഷന് പോയിക്കോളാം. എന്തമ്മേ? ഇല്ല, അതൊന്നും പറ്റില്ല. What a world, the situation baby. He gonna make you smile. Da 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 da. Just go blah blah blah. ഹലോ ടിൻഡു. What a world, the situation baby. He gonna make you smile. Da 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 da. Just go blah blah blah. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഇതെന്ത് മായാജാലം? അതൊക്കെ ടിൻഡുമോന്റെ ശക്തിയാണമ്മേ. അമ്മയ്ക്ക് പാട്ടും കേൾക്കാം, എനിക്ക് കാർട്ടൂണും കാണാം. ഈ ടിൻഡു ആരാ മോൻ? What a world, the situation baby. അയ്യോ, ഇത് ടോയ് ഫോൺ ആയിരുന്നു. ശോ, വെറുതെ സ്വപ്നം കണ്ടത് മിച്ചം. എത്ര മനോഹരമായ സ്വപ്നം. അപ്പോ ഇത് ശരിക്കും മാന്ത്രിക മൊബൈൽ ആയിരുന്നോ? ഈ കഥ ഇവിടെ തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രം.